കാരാഗൃഹത്തിൽ ജനിക്കേണ്ടി വന്നതാണ് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ജനിച്ചുടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്നു, യമുനാ നദി കടന്നു, നന്ദനോദ്യാനത്തിൽ എത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുഞ്ഞിനെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ ഒരുവൾ വന്നു, പൂതന. ഭഗവാൻ അവളെ മുല കുടിച്ചു കൊന്നു കളഞ്ഞു. മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ ഭഗവാൻ മുല കുടിച്ചു കൊന്നു കളഞ്ഞു. സമദൂര സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ഇതിൻ്റെ പേരാണ് സമദൂര സിദ്ധാന്തം. അല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സിദ്ധാന്തം ഒരിക്കലും സമദൂര സിദ്ധാന്തം ആകുന്നില്ല. ആ ഭഗവാന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി. എല്ലാത്തിനെയും ഭഗവാൻ വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ടു. അങ്ങനെ ജരാനര ബാധിച്ചു പോയ ദേവന്മാർ മഹർഷിയുടെ പാദങ്ങളിൽ വന്ന് അഭയം തേടി. എന്തുകൊണ്ടാണ് ഈ ദേവന്മാർ മനുഷ്യനായ മഹർഷിയെ പേടിക്കുന്നത്? സന്യാസിയുമുണ്ട്, ഋഷിയുമുണ്ട്. ഋഷിമാർ മന്ത്രദൃഷ്ടാക്കളാണ്. മഹാഋഷിയെയാണ് നമ്മൾ മഹർഷി എന്ന് വിളിക്കുന്നത്. അവർ കല്യാണമൊക്കെ കഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നവരാണ്.